നിങ്ങൾ ഉടമ്പടി എടുത്തവരാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ദൈവവും നിങ്ങൾ തമ്മിൽ ഉടമ്പടിയിലാണെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൽ പ്രഖ്യാപനം വാഗ്ദാനം ചെയ്തിരിക്കുന്ന പോലെ ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് തരുകയും നവചൈതന്യം നിങ്ങൾ നിക്ഷേപിക്കുമെന്ന് പറഞ്ഞാൽ ആ നവചൈതന്യമെന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ നിങ്ങൾക്ക് ഒരു ശരീരത്തിൽ നമുക്ക് ടയർഡൊക്കെ തോന്നാം, പക്ഷേ ആത്മാവിന് സന്തോഷം തോന്നണം. ഉടമ്പടി ഫലിച്ചിട്ടുണ്ടെന്നറിയണം എങ്ങനെയാണ്? ചില ആൾക്കാർ പറയും മരുന്ന് പിടിച്ചിട്ടുണ്ടെന്നാ തോന്നണമെന്ന് പറയത്തില്ലേ? ചില പറയും മരുന്ന് കഴിച്ച് കഴിയുമ്പോൾ പറയും മരുന്ന് പിടിച്ചിട്ടുണ്ടെന്നാ തോന്നണത്. അതുപോലെ ഉടമ്പടി പിടിച്ചിട്ടുണ്ടെന്നാ തോന്നണത്. ആ തോന്നൽ എങ്ങനെ ഉണ്ടാകും? നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ നിങ്ങൾക്ക് സന്തോഷം തോന്നണം. ഒരുപക്ഷെ ശരീരത്തിന് വേദനയായിരിക്കും തോന്നണത്, ശരീരത്തിന് വേദനയായിരിക്കും, കാശ് നഷ്ടമാണ്, ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷം തോന്നുന്നുണ്ടോ എങ്കിൽ ഉടമ്പടി പിടിച്ചിട്ടുണ്ട്. പറഞ്ഞ മനസ്സിലായില്ലേ? നിങ്ങൾ ശരീരത്തിൻ്റെ വേദന, കാശ് നട്ടവും ധനനട്ടമൊക്കെ വന്നിട്ടുണ്ട്, നമ്മുടെ മനസ്സിൽ സന്തോഷമില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞതുപോലെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വരികയല്ലേ. അങ്ങനെ ഒരു ഉടമ്പടി പിടിച്ചിട്ടില്ല. ദൈവസ്നേഹമല്ല, അത് മനുഷ്യാരൂപിയിലാണ്, ജഡാരൂപിയിലാണ് ചെയ്തിരിക്കുന്നത്. ജഡാരൂപിയിൽ നിങ്ങൾക്ക് ഉടമ്പടിയൊക്കെ ചെയ്യാൻ പറ്റുമോ? എന്താ പ്രശ്നം? ദൈവാരൂപി ചെയ്യണമെങ്കിൽ സന്തോഷമുണ്ടാകും. അത് ഒരു 10 പേരെ രോഗികളെ കാണാൻ പോയാലും 10 പേരുടെ കർത്താവിനെ കുറിച്ച് പറഞ്ഞാലും 10 പത്രം 10 സ്ഥലങ്ങളിൽ കൊടുത്താലും വേണമെങ്കിൽ നിങ്ങൾക്ക് 10 പത്രം അടുത്തടുത്ത് കൊടുക്കാൻ പറ്റും. ചിലർ പറയും, അപ്പം ചില വീട്ടിൽ പത്രം കൊടുക്കാൻ ചിലർ പറയും ഇത് ഞങ്ങൾക്ക് കിട്ടിയതാണ്, എന്നാലും ഞാൻ ഇവിടം വരെ വന്നില്ല, ഒന്നുകൂടി ഇരിക്കട്ടെന്ന് പറയും. ഇങ്ങനത്തെ അലവലാദികളുണ്ട്, ഭയങ്കര അലവലാദികൾ. ചിലരെ കാണുമ്പോൾ തന്നെ എനിക്കറിയാം ഇത് ഉടമ്പടി പിടിച്ചിട്ടില്ലെന്ന് അറിയാൻ പറ്റും. അതായത് പല വീടുകളിൽ പത്രം കൊണ്ടുണ്ടാക്കിയില്ല, അപ്പോൾ അതിൽ പല ആൾക്കാരുണ്ടല്ലോ ഇതുപോലെ. അപ്പോൾ ഒരു വീട്ടിൽ പത്രം കൊടുക്കാൻ ചെല്ലുമ്പോൾ അവർ പറയും ഇതല്ലേ ഇതിവിടെ കിട്ടിയതാണ്, എന്നാലും ഞാൻ ഇവിടം വരെ വന്നില്ലേ, വണ്ണം കൂടി ഇരിക്കട്ടെ. അവർക്ക് പോകാൻ കഴിയില്ല. അളിഞ്ഞ മോന്ത്യമായിട്ട് എങ്ങനെയെങ്കിലും ഒപ്പിക്കാൻ നോക്കുകയാണ് അവർ ഈ വിഷയം. ഇവർ ഉടമ്പടി പിടിക്കത്തില്ല, ജന്മത്തെ പിടിക്കത്തില്ല. നിങ്ങൾ ഇവിടെ കൊടുത്ത ആ പത്രത്തിൻ്റെ കാശ് വാങ്ങിച്ചുകൊണ്ട് എപ്പോഴും ഈ ജില്ല വിട്ട് പോകാനേ ഞാൻ പറയത്തുള്ളൂ. കാരണം നിങ്ങൾക്ക് ഈ പണി പറഞ്ഞിട്ടില്ല, നിങ്ങൾക്കിതെന്താണെന്ന് അറിയത്തില്ല ഇപ്പോഴും. അത് മര്യാദക്ക് ഓരോ ക്ലാസ്സുകളും കേട്ടിട്ട് എങ്ങനെയാണ് ദൈവസ്നേഹം ഡെവലപ്പ് ചെയ്യേണ്ടതെന്ന് നോക്കണം. എന്താ കാര്യം? നമുക്ക് സന്തോഷം തോന്നണം. നമുക്ക് ശാരീരിക വേദന ഉണ്ടാകും, പക്ഷേ മനസ്സിന് സന്തോഷം തോന്നും. അപ്പോൾ ഉടമ്പടി പിടിച്ച് നിർത്താം. കർത്താവ് എന്താ പറയുന്നത്? ഗർഭിണിയെ പോലെയാണ്. ഒരു ക്രിസ്ത്യാനിയുടെ സന്തോഷം എന്ന് പറയുന്നത് ഗർഭിണിയെ പോലെ എന്നാണ് പറഞ്ഞാൽ. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ആരാണ്? ദൈവ പൈതൽ ആര്? ഇപ്പം ന്യായസ്ഥാനപ്പെട്ട ക്രിസ്ത്യാനി എന്നല്ല ഞാൻ പറയണത്. ക്രിസ്തുവിനെ എൻ്റെ രക്ഷകനായിട്ട് മനസ്സിൽ സൂക്ഷിക്കുന്ന വ്യക്തികളെല്ലാം, അതനുസരിച്ച് ജീവിതം ക്രമീകരിക്കുന്ന വ്യക്തികളെല്ലാം ക്രിസ്ത്യൻസാണ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ മനസ്സിൽ അവന് നിത്യരക്ഷ കിട്ടും. എക്സ്ട്രാ ആയിട്ട് കിട്ടണത് എന്താണ്? നീ ഒരു ക്രിസ്ത്യനാകുമ്പോൾ നിനക്ക് എക്സ്ട്രാ കിട്ടണത് എന്താണ്? നിത്യതയാണ്. കാര്യം എന്താ ഈശോ പറഞ്ഞത്? എൻ്റെ കൂടെ ക്രിസ്തുവിനോട് മരിക്കുന്നവൻ ക്രിസ്തുവിനോട് കൂടെ ഉയർക്കും. കാര്യം ക്രിസ്തുവിന് വേണ്ടിയല്ലേ നമ്മൾ ലോകത്തിന് മരിക്കണത്. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? ആ വിശ്വാസം സ്വീകരിക്കുമ്പോൾ എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ആ ഒരൊറ്റ വാക്കാണ് കൂടുതലുള്ളത്. മറ്റു മതങ്ങളെക്കാൾ കൂടുതൽ ഇതിൻ്റെ അകത്തുള്ളത് ഏറ്റവും പ്രാമുഖ്യമുള്ള ഒരു സംഭവം എന്താണ്? എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. ഇന്ന് വരെ ആരും പറയാത്തത് കൊണ്ട്, ക്രിസ്തു മാത്രം പറഞ്ഞത് കൊണ്ട് നിൻ്റെ നിത്യജീവിതത്തിൻ്റെ പേറ്റന്റ് ക്രിസ്തുവിനെ ഉയർപ്പിലാണുള്ളത്. കൈയിടിച്ച് കർത്താവ് ശിഷ്യനാക്കിടുന്ന എല്ലാ തോൽവികൾക്കും നാഥാനന്ദി. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. അതായത് ഒരു വ്യക്തി അവളിൽ തന്നെ ജനിച്ചുകൊണ്ടിരിക്കാം. പുതിയ ജന്മങ്ങളിലേക്ക് അവൻ ജീവിച്ചിരിക്കെ തന്നെ പുതിയ ജന്മങ്ങളിലേക്ക് പകർന്നുകൊണ്ടിരിക്കാം. ഇത് സുവിശേഷത്തിൻ്റെ ഒരു ഭയങ്കരമായ ഒരു പ്രക്രിയയാണ്. അതാണ് ഗർഭിണി എന്ന് പറഞ്ഞല്ലേ. എന്താ ഈശോ പറഞ്ഞു? 16:21 എടുത്തേ. യോഹന്നാൻ 16:21 ശ്രദ്ധിക്കട്ടെ. യോഹന്നാൻ 16:21. സ്ത്രീക്ക് പ്രസവവേദന ആരംഭിക്കുമ്പോൾ
അവളുടെ സമയം വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ടാകുന്നു. ഓക്കെ. എന്നാൽ ശിശുവിനെ പ്രസവിച്ചു കഴിയുമ്പോൾ ഒരു മനുഷ്യൻ ലോകത്തിൽ ജനിച്ചതുകൊണ്ടുള്ള സന്തോഷം നിമിത്തം ആ വേദന പിന്നീട് ഒരിക്കലും അവൾ ഓർമ്മിക്കുന്നില്ല. അപ്പൊ സന്തോഷമുണ്ട്, വേദനയുണ്ട്, ഇല്ലേ? ഈ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ പ്രത്യേക ഗുണമാണ്. അതായത് നമ്മൾക്ക് ശാരീരികം, ഇപ്പോൾ ഒരു സ്ഥലത്ത് നടന്നു പോയി നമ്മൾ പത്രം കൊടുക്കണം, ഒരു ആശുപത്രിയിൽ പോയി രോഗികളെ കാണണം, ഇല്ലേ? അപ്പോൾ കയ്യിൽ നിന്ന് ചിലപ്പോൾ കയ്യിലുള്ള കാശും ബസ് കാശും ഒഴിച്ച് ബാക്കിയുള്ള അവർക്ക് കൊടുക്കുകയും ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് നഷ്ടമാണ്. അപ്പോൾ ശാരീരിക നഷ്ടമാണ്. പക്ഷേ ആ സമയം തന്നെ നമുക്ക് മനസ്സിൽ സന്തോഷം തോന്നണം. സന്തോഷം തോന്നാത്ത ആൾക്കാരുണ്ട്. അവർ ചെയ്യണത് ടെക്നിക്കലായിട്ടുള്ള ജോലിയാണ്, പ്രേക്ഷിത പ്രവർത്തനം അല്ല അത്. അതായത് ഗർഭിണികളെ പോലെയാണ്. ഗർഭിണികൾക്ക് എന്താ സംഭവിക്കണത്? അവരെ പ്രസവിക്കുമ്പോൾ അവർക്ക് ആ പ്രസവ വേദന ഉണ്ട്, പക്ഷേ കുട്ടിയുടെ കാര്യം ഓർക്കുമ്പോൾ സന്തോഷമുണ്ട്. കർത്താവ് ഒറ്റ സെമിലിയാണ് ഉപയോഗിച്ചിരിക്കണത്. അത് തന്നെ നമുക്കുള്ളത്. നമ്മൾ ജോലി ചെയ്യുമ്പോൾ, കർത്താവിന് വേണ്ടി പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് സങ്കടമോ വിഷമമൊക്കെ ഉണ്ടാവും. പക്ഷെ ക്രിസ്തുവിന് വേണ്ടിയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകും. അങ്ങനെ നിൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ സന്തോഷമില്ലെങ്കിൽ നീ ചെയ്യണ ജോലി ക്രിസ്തുവിന് വേണ്ടിയുള്ളതല്ല, നിനക്ക് വേണ്ടിയുള്ളതാണ്. ഇത് വിവേചിച്ച് മനസ്സിലാക്കണം. മനസ്സിലായി? ഇത് പെട്ടെന്നൊന്ന് നമ്മളൊരു ഓപ്ഷൻ മാറിക്കിടക്കണം എന്ന് പറഞ്ഞില്ലേ? നമ്മുടെ ഈ ഉടമ്പടി പലപ്പോഴും സെൽഫ് ഓപ്ഷനിൽ കിടക്കുകയാണേ. എന്നുവെച്ചാൽ എൻ്റെ ജോലി, എൻ്റെ വീട്, എൻ്റെ PR അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പ്രാവശ്യം നമുക്ക് കയറിപ്പോകാൻ പറ്റുന്നില്ല, ഈ ആഴ്ച ഓഫർ ലെറ്റർ വന്നില്ലെങ്കിൽ കൂട്ടുകാരുടെ കൂടെ പോകാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചാൽ നീ മോന്തം കയറ്റി ഉടമ്പടിയിൽ ഉഴപ്പ് നിൽക്കണമെങ്കിൽ നിൻ്റെ ജോലി നിൻ്റെ വയറ്റിപ്പിഴപ്പായിട്ട് ദൈവത്തെ നീ ദുർവിനിയോഗിക്കുകയാണ്. അതാണ് പ്രശ്നം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നീ ദൈവത്തിനാണ് പ്രാധാന്യം എന്നുണ്ടെങ്കിൽ എൻ്റെ ദൈവത്തിനറിയാം ഞാൻ എന്ത് ചെയ്യണമെന്ന്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഷൈജു എന്നും പറഞ്ഞ് എറണാകുളം സൈഡിൽ നിന്നൊരു സാക്ഷി ഉണ്ടായിരുന്നു, കോതാട്. ആ സാക്ഷ്യം നല്ല രസമാണ്. പുള്ളിക്കാരൻ ഒരു ഓഫ്ഷോർ റിഗിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഓഫ്ഷോർ റിഗ് എന്ന് പറയുന്നത് എണ്ണ ഖനനം ചെയ്തിരിക്കണ കടലിലെ എണ്ണക്കരിയാണ്. അതിലേക്ക് ബോട്ടിലും കപ്പലിലൊക്കെ പോകും. അങ്ങനെ അതിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഒരു മാസം വർക്ക് ചെയ്യാം, പിന്നെ വീട്ടിൽ ഒരു മാസം നിൽക്കാം. കാര്യം അതെല്ലാം അപകട മേഖലയായത് കാരണം ഇങ്ങനെ ഒറ്റയടിക്ക് ജോലി കൊടുക്കത്തില്ല. റെസ്റ്റ് എടുത്താണ് ജോലി കൊടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ പുള്ളിക്കൊരു പ്രശ്നം തരാം, ഇവിടെ കൈ രണ്ടും തളർന്നു പോയി. അത് കാൽഷിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു രോഗമാണ്. അസ്ഥികളിലൊക്കെ ഇങ്ങനെ എല്ല് വളർന്ന് കൂടും. അങ്ങനെ കൈ ജോയിൻസിൽ എല്ല് തന്നെ വളർന്ന് കൂടിയിരിക്കണ കാരണം കൈ പൊക്കാൻ പറ്റുന്നില്ല. കൈ ഇങ്ങനെ ഇടിച്ച് എല്ലി കിടക്കുകയാണ്. അപ്പോൾ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ പറഞ്ഞ് 2-3 ആശുപത്രി ആയുർവേദം ഇംഗ്ലീഷൊക്കെ മരുന്ന് കാണിച്ചെങ്കിലും ഒന്നും ശരിയായില്ല. പുള്ളിയുടെ ജോലി നഷ്ടപ്പെടാൻ പോകുകയാണ്. അപ്പോഴേ അദ്ദേഹത്തിന് അലോപ്പതി ചെന്നപ്പോഴേ സ്കാൻ ചെയ്ത് MRI ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ പറഞ്ഞ് കാൽസിഫിക്കേഷനാണ്, കീ ഹോൾ ഓപ്പറേഷൻ ചെയ്യണം, 6 മാസത്തെ റെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. 6 മാസത്തെ റെസ്റ്റ് ഉണ്ടെങ്കിലും ഇയാളുടെ ജോലി എന്ന് പറയുന്നത് ഇയാൾ മെക്കാനിക്കാണ്. അപ്പോൾ പല സംഭവങ്ങളും എടുത്ത് പൊക്കേണ്ടി വരും. അല്ലെങ്കിൽ വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല. അപ്പോഴേ 6 മാസത്തെ റെസ്റ്റ് ആകുമ്പോൾ ജോലി പോവുകയും ചെയ്യും. അതാണ് എൻ്റെ ആപ്പാടെ പുള്ളിക്ക് പ്രശ്നമായി. വേദനയാണെങ്കിൽ സഹിക്കാൻ പാടില്ല. പുള്ളിക്കാരനാണെങ്കിൽ ഭാര്യയ്ക്ക് വിശ്വാസമുണ്ട്, അമ്മയ്ക്ക് വിശ്വാസമുണ്ട്. ഇയാൾക്ക് വിശ്വാസം ഇല്ലെന്നൊന്നും പറയണില്ല, ഉണ്ട്. ഇങ്ങനെയുള്ള ഉടമ്പടി വിശ്വാസം, മാധ്യസ്ഥ വിശ്വാസമൊന്നുമില്ല. പുള്ളി പറയുന്നുണ്ട്, സാക്ഷ്യത്തിലൊന്നും എനിക്ക് വിശ്വാസമില്ല. സാക്ഷ്യം പുള്ളി ധരിച്ചു വെച്ചിരിക്കണത്, സാക്ഷ്യം എന്ന് പറയുന്നത് ഒത്തിരി അതിഭാവുകത്വം ഉണ്ടാകുന്നതാണ്. ഇല്ല 10 അനുഭവം ഉണ്ടെങ്കിൽ 100 പറയണതാണെന്നാണ് വിചാരിച്ചത്. അത് പുള്ളി അത് കേൾക്കത്തില്ല. അപ്പം അതിൻ്റെ പക്ഷേ ഇപ്പോഴെന്താ പ്രശ്നം വെച്ചാൽ ഓപ്പറേഷൻ ചെയ്താലും ജോലി പോകും, ചെയ്തില്ലേ ജീവിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ അഴുകാൻ തുടങ്ങി. ഇങ്ങനെ കൈ പൊക്കാൻ പാടില്ലാതെ കൈ ഇങ്ങനെ കക്ഷത്ത് കിടന്ന് കക്ഷം അഴുകാൻ തുടങ്ങി. അപ്പോൾ വല്ലാത്തൊരു വിഷയത്തിലേക്ക് പുള്ളി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാത്രി വേദന കൂടിയപ്പോൾ ഡോക്ടർ 3 ആഴ്ച കഴിഞ്ഞാണ് ഓപ്പറേഷൻ പറയണത്. അപ്പോൾ രാത്രി വേദന കൂടിയപ്പോൾ പുള്ളിക്കാരെന്ന് പറഞ്ഞ് നാളെ ഓപ്പറേഷൻ ചെയ്തെങ്കിൽ അത്രയും മതിയായിരുന്നു, സഹിക്കാൻ പറ്റാത്ത വേദനയെന്ന് പറഞ്ഞ്. അപ്പോൾ ഒരു മാർഗ്ഗമില്ല. അപ്പോൾ അവിടെ മേശപ്പുറത്ത് കൊന്ത ഇരിപ്പുണ്ട്. പുള്ളി കൊന്ത കയറി പിടിച്ചപ്പോൾ പുള്ളി മനസ്സിരിക്കണ ഇതാണ്, ഇതൊക്കെ സത്യമാണെങ്കിൽ എൻ്റെ വേദന കുറയും. മാതാവ് സത്യമാണെങ്കിൽ. കാര്യം മാതാവ് സത്യമല്ലെന്ന് പറയണ ഒരു സഭാവിഭാഗം കേരളത്തിൽ എന്തുമാത്രം ഉണ്ട്, ഇല്ലേ? അതാണ്
ആ പുള്ളി പറഞ്ഞു മാതാവ് മധ്യസ്ഥതയിൽ പുള്ളി വിശ്വസിക്കണില്ല. അപ്പോൾ ഈ ജീവിക്കാൻ പറ്റാതെ കഴിഞ്ഞാൽ പുള്ളി കൊന്തയെ പിടിച്ച പുള്ളി മനസ്സിൽ പറഞ്ഞ മാതാവെന്ന് പറഞ്ഞ ആൾ സത്യമാണെങ്കിൽ എൻ്റെ വേദന രാത്രി കുറയും. അയാൾ പറഞ്ഞു വായി നാക്കിയിട്ടില്ല, 5 മിനിറ്റിലുള്ള വേദന കുറഞ്ഞ്. അപ്പോഴുടനെ പുള്ളിക്ക് മനസ്സിലായി മാതാവ് സത്യമാണെന്ന് മനസ്സിലായി. പുള്ളിക്കാരൻ പിറ്റേ ദിവസം വന്ന് ഉടമ്പടി എടുത്തിട്ട് ഉപ്പും അതുപോലെ തന്നെ ഉടമ്പടി തൈലം കൂടി ചേർത്ത് ഈ 2 ഭുജത്തും പെരട്ടി കഴിഞ്ഞ് പുള്ളി പിറ്റേ ദിവസം പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ കൈ അങ്ങോട്ട് പൊങ്ങി. കൈ പൊങ്ങിയപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത്, ഡോക്ടർ പറഞ്ഞിരിക്കണത്, ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ഒരു മുസ്ലിം ഡോക്ടറാണ്, ഇത് അത്ഭുതമായിരിക്കണമല്ല എന്ന് പറഞ്ഞ്. എന്താണ് കാര്യം, എങ്ങനെ പൊങ്ങിയെന്ന് പുള്ളി ഡോക്ടറോട് പറഞ്ഞില്ല. പക്ഷേ ഡോക്ടർ പറഞ്ഞ് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞ്, വെയിറ്റൊന്നും എടുക്കരുതെന്ന് പറഞ്ഞ്. പക്ഷേ പുള്ളിക്കാരൻ 1 മാസം കഴിഞ്ഞപ്പോൾ വർക്കിന് പോയി. അയാൾ പറയണത് ഞാനിപ്പോൾ 25 കിലോ ഒക്കെ എടുത്ത് പോക്കണുണ്ടെന്നാണ് പറയണത്. അതെന്ന് വെച്ചാൽ നമ്മൾ അയാളുടെ വിശ്വാസം തന്നെ വരെ കണ്ടില്ലേ, അയാൾക്ക് 0 ഫെയ്ത്താണ്. ബേസിക് ഫെയ്ത്ത് ഉണ്ട്, മാതാവിൽ പ്രത്യേകിച്ച് മധ്യസ്ഥതയിൽ വിശ്വാസമില്ല. പക്ഷെ ഒരു വിഷയം വന്നപ്പോൾ ആപ്ലിക്കേറ്റ് ചെയ്യാൻ അയാൾ തയ്യാറായി അല്ലേ. ഈ കാര്യം വേറെ ഒരു ഓപ്ഷൻ ഇല്ല. കൊന്തക്കറി പിടിച്ചപ്പോൾ അയാൾ പറയും എൻ്റെ കൊന്ത എൻ്റെ ജന്മത്തിൽ ഞാൻ കൈകൊണ്ട് എടുത്തിട്ടില്ലെന്നാണ് പറയണത്. പക്ഷേ ഇപ്പോൾ കൊന്ത കഴുത്തായിട്ടുണ്ട് നടക്കുകയും. അതായത് ആ മനുഷ്യൻ പറയണത് ഇതില്ല, നിങ്ങൾ സാക്ഷി കിടപ്പുണ്ട് നോക്കിയാൽ മതി, ഇന്നിടുന്നുണ്ട് അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒരു ലോകത്തേക്ക് അങ്ങനെ പോവുകയാണ്. ദൈവം നമ്മളെ കൈ പിടിച്ചുകൊണ്ട് പോവുകയാണ്. ഇപ്പോൾ ഞാൻ മാതാവിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചിലരൊക്കെ പറയും, എൻ്റെ സഭാധികാരി തന്നെ ചില സമയത്ത് പറഞ്ഞിട്ടുണ്ട് എന്നോട്, ഇത് മരിയൻ ഡിവോഷനാണ് ഓവറായിട്ട് പ്രൊമോട്ട് ചെയ്യണമെന്ന് പറയും. ചില അച്ഛന്മാരൊക്കെ പറഞ്ഞാൽ മരിയൻ ഡിവോഷനാണ് ഓവറായിട്ട് പ്രൊമോട്ട് ചെയ്യണമെന്ന്. എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മാതാവിനെ പ്രൊമോട്ട് ചെയ്യല്ല, മാതാവിനെ ആരും പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അത് ദൈവം പ്രൊമോട്ട് ചെയ്തോളും. അവർ ദൈവം പ്രൊമോട്ട് ചെയ്തിട്ടാണ് അവർ യേശുവിൻ്റെ അമ്മയായി വന്നിരിക്കുന്നത്, അല്ലാതെ മനുഷ്യന്മാർ പ്രൊമോട്ട് ചെയ്തിട്ടല്ല. പ്രശ്നം അതല്ല വിഷയം വരാൻ പോണത്. ആവശ്യമില്ലാത്ത തെറ്റിദ്ധാരണ ആർക്കും ഉണ്ടാകേണ്ട ഒരു കഥയുമില്ല അതിൻ്റെ അകത്ത്. എന്താ വിഷയം, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം ചക്കാലൊക്കെ പിതാവ് അൾത്താരെ വന്നപ്പോൾ, അത്തങ്ക അൾത്താരെ കൃപായെല്ലാം വന്നപ്പോൾ അമ്മ എന്താ, ഞാൻ കൃപാസനം മാതാവിൻ്റെ സ്വരം കേട്ടു, അമ്മ എന്നോട് പറഞ്ഞു ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അതിന് പകരം അമ്മ പറഞ്ഞില്ല, കർത്താവാണ് പറഞ്ഞതെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? അമ്മയല്ലേ പറഞ്ഞത്. അപ്പം മരിയൻ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട വിധം ദൈവ പദ്ധതിയിലുള്ളതാണ് അമ്മ. നമ്മളുടെ മാധ്യസ്ഥമായിട്ടും മാതൃകയായിട്ടും നമ്മൾ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി, ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി ക്രിസ്തുവിനെ ഒരാൾ സ്വീകരിച്ചാൽ അയാൾ എങ്ങനെ ഇരിക്കും, അയാളുടെ ജീവിതം അത് പ്രായോഗികമാണോ, ഈ ലോകത്തോട് ക്രിസ്തീയ ജീവിതം പ്രായോഗികമാണെന്ന് പറഞ്ഞ ആദ്യത്തെയും ഏറ്റവും സമ്പൂർണ്ണമായ വ്യക്തിത്വമാണ് പരിശുദ്ധമ്മ എന്ന് പറഞ്ഞാൽ അത് പ്രൊമോട്ട് ചെയ്യണം മരിയൻ ഡിവോഷൻ അല്ല. കറക്റ്റ് കർത്താവിനെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയാണ് മാതാവിലൂടെ നമ്മളെ വെളിച്ചത്ത് കൊണ്ടുവന്നിട്ട് ആ മനുഷ്യൻ തന്നെ കയറി പിടിക്കണം. എന്താണ്, കൊന്ത കയറി പിടിച്ചിട്ട് പറയുന്നത് എന്താണ്, മാതാവ് സത്യമാണെങ്കിൽ ഇപ്പം എൻ്റെ വേദന കുറയും. അപ്പോഴെന്താണ് ദൈവം പറഞ്ഞത്, മാതാവ് സത്യമാണ്, ഇനി നീ കാണാൻ പോണ പൂരം വേറെയാണെന്ന് പറയും. സെക്കൻഡുകൾക്കുള്ളല്ലേ ജീവിതം മാറി. ജോലി പോകുമെന്ന് പറഞ്ഞ ആൾ, റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞ ആൾ, 6 മാസം കഴിഞ്ഞാലും വെയിറ്റ് എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞ ആൾ പുഷ്പം പോലെ വേലയെടുത്ത് നടക്കണം. എന്താണ്, ദൈവം അമ്മയെ മഹത്വപ്പെടുത്തുന്നു. ആർക്ക് വേണ്ടി? ക്രിസ്തുവിനെ നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി. ഇവിടെ നടക്കുന്നത് മരിയൻ ഡിവോഷൻ അല്ല, പിന്നെന്താ നടക്കുന്നത്, മരിയൻ ലൈഫ് സ്റ്റൈലാണ്. ഉടമ്പടിയിലൂടെ അവൻ പറയണ പോലെ നമ്മൾ ചെയ്യാണ് മാതാവിൻ്റെ മധ്യസ്ഥതയിലെ. അതെന്താണ്, മരിയൻ ലൈഫ് സ്റ്റൈലാണ്. അതായത് മാതാവിൻ്റെ ജീവിത രീതി നമ്മൾ അനുവർത്തിച്ചുകൊണ്ട് ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സമൂഹം, ദൈവത്തിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് മരിയൻ മധ്യസ്ഥതയിലെ ദൈവരാജ്യത്തിലെ ആയിരിക്കുന്ന വലിയൊരു അവസ്ഥയാണ് നമ്മൾ ഉടമ്പടിയിലൂടെ ഓരോ ദിവസം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉടമ്പടി എടുത്തിരിക്കുന്നവർ പരിശുദ്ധ അമ്മയിലൂടെ ക്രിസ്തുവാണ് നിങ്ങൾ വിളിച്ചിരിക്കുന്നത്. ദൈവപിതാവിൻ്റെ മഹത്വത്തിന് വേണ്ടിയുള്ള ഒരു പൊതുവായിട്ടുള്ള സ്വർഗത്തിൻ്റെ കാര്യപരിപാടിയുടെ ഭാഗമായിട്ടാണ് ലോകത്തിൽ ഉടമ്പടി വന്നെങ്കിൽ ആ ഉടമ്പടി ഇന്ന്
എല്ലാ മനുഷ്യർക്കും എടുത്തുകൊണ്ട് എല്ലാ മനുഷ്യരെയും ഉടമ്പടിയുടെ ഭാഗമാക്കി മാറ്റുന്ന അന്ത്യകാലത്തെ ദൈവിക പദ്ധതിയായിട്ടാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടതും. അമ്മ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞ് ദുരന്തമുണ്ടാകാൻ പോണ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞപ്പോൾ നെഞ്ചിൽ ഘടികാര സമയം കാണിച്ചിട്ടുണ്ട്. നെഞ്ചിൽ ഘടികാര സമയം കാണിച്ചുകൊണ്ട് സമയത്തിൻ്റെ സമാപ്തിയിലേക്ക് പ്രവേശിക്കണം നമ്മൾ. അതുകൊണ്ട് തന്നെ ഇനി ദുരന്തകത്തിൻ്റെ കാലങ്ങളുണ്ടാകും, പതറരുത്, പ്രാർത്ഥനയാണ് മെച്ചമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം അമ്മയോട് പറഞ്ഞിട്ട് അമ്മയാണ് നമ്മുടെ മധ്യസ്ഥയായിട്ട് വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം മാലാഖമാരോ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ മാധ്യസ്ഥ വഹിച്ചപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ ലൂർദിലായാലും ഫാത്തിമയിലും കൃപാസനത്തിലായാലും എവിടെയായാലും അമ്മയിലൂടെ ദൈവം തൻ്റെ ദൗത്യത്തെ ലോകത്തിൻ്റെ അവസാനം വരെ ജനത്തിൻ്റെ വിശുദ്ധീകരണത്തിനും ശക്തീകരണത്തിനുമായി തുറന്നുകൊണ്ടുപോയിരിക്കുന്ന വലിയ പദ്ധതിയുടെ ഭാഗമായി ദൈവം നമ്മളെ മാറ്റിയതിൽ കൈയടിച്ചു കൊണ്ട് കർത്താവ് അവൻ പറയുന്നത് ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. അവൻ പറയുന്നത് ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. വാഗ്ദാന പേടകമേ സ്വർഗീയ പൊന്മലരേ കൃപാസനത്തിൻ്റെ അമ്മേ പ്രസാദപരമാതാവേ. എല്ലാവരും എഴുന്നേൽക്കുക, കുറച്ചു നേരം സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. വലിയ വചന വെളിപാടുകൾക്ക് നന്ദി പറയുന്നു. യേശുവേ ഞങ്ങളെ മരിയൻ പോരാളികളാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ മരിയൻ ആധ്യാത്മികതയെ പൂർണ്ണമായി പിൻചൊല്ലുവാൻ ഈ ഉടമ്പടി ആരാധനയിലൂടെ ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ. പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. നിറഞ്ഞു കവിയണമേ. നിറഞ്ഞു കവിയണമേ. കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. നിറഞ്ഞു കവിയണമേ. കവിഞ്ഞൊഴുകണമേ. ശക്തമായി കയറടിച്ച് ചിറവയർത്തി ദൈവസ്നേഹത്തോടെ നമുക്ക് ചേർന്ന് പാടാം. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ. പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. ശക്തിയോടെ പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ. പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. കൈകൾ ഉയർത്തി. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. നിറഞ്ഞു കവിയണമേ. കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. നിറഞ്ഞു കവിയണമേ. കവിഞ്ഞൊഴുകണമേ.
സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ മരിയനോടൊപ്പം എടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളുടെ വിധങ്ങളായ ജീവിത നിയോഗങ്ങളെ ഈ അടുത്താറെ ഞങ്ങൾ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ ഞങ്ങളിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസളമായൊരു ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. നിന്റെ നിയമം ഞങ്ങളുടെ ഹൃദയത്തിൽ എഴുതണമേ. ഞങ്ങളിൽ ദൈവ സ്നേഹം നിറയണമേ. ഹല്ലേലൂയ. പറന്നിറങ്ങിയപ്പോ വരദാനങ്ങളുമാ ആഗതനാകണമേ. ജോർദാൻ നദിയിലങ്ങ് പറന്നിറങ്ങിയപ്പോ വരദാനങ്ങളുമാ ആഗതനാകണമേ. മാലിന്യങ്ങളകറ്റി അന്ധതയെല്ലാം നീക്കി വിശ്വാസത്തിലുറയ്ക്കാൻ കൃപ നീ ചൊരിയണമേ. മാലിന്യങ്ങളകറ്റി അന്ധതയെല്ലാം നീക്കി വിശ്വാസത്തിലുറയ്ക്കാൻ കൃപ നീ ചൊരിയണമേ. കൈകൾ ഉയർത്തി. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. നിറഞ്ഞു കവിയണമേ. കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. നിറഞ്ഞു കവിയണമേ. കവിഞ്ഞൊഴുകണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും മരിയൻ ആധ്യാത്മികത പിന്തുടരുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആത്മാവേ സമയം പോലെ Praise the Lord. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. രോഗമുള്ളിടത്ത് കൈകൾ വെച്ചുകൊണ്ട് അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയം സ്തുതിക്കുകയോ വിശ്വാസപ്രമാണം അറിയാവുന്നവർ വിശ്വാസപ്രമാണം ചെല്ലുകയോ ചെയ്യണം. ഒന്ന് രണ്ട് സ്ഥലത്ത് രോഗമുണ്ടെങ്കിൽ കൈകൾ മാറ്റി മാറ്റി വെക്കാവുന്നതാണ് പ്രാർത്ഥനാ സമയം. ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ, 5 മിനിറ്റ് നേരം. അപ്പോൾ രോഗമുള്ളിടത്ത് കൈകൾ മാറ്റി മാറ്റി വെച്ച് വിശ്വാസപ്രമാണം ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കണം. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവെ സഭയിലുള്ള സാന്നിധ്യത്തെ പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് 36 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ സ്തുതിക്കട്ടെ മക്കളെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 36 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തില് ഓരോ മകൻ്റെ മേലും കർത്താവേ, ഒരു മകളുടെ മേലും കർത്താവേ, നിന്റെ വിശുദ്ധമായ തിരുമുറുവാർന്ന വലതുകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം നിങ്ങളുടെ ഉച്ച മുതൽ ഉള്ളംകാല് വരെ എല്ലാ കോശങ്ങളിലും പേശികളിലും അസ്ഥികളിലും അസ്ഥിക്കുഴകളിലും ഞരമ്പുകളിലും ആന്തരിക അവയവങ്ങളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. 36 വർഷം അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നീ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് നാമം മഹത്വപ്പെടുവാൻ കരുണയായിരിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഹരിയിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. ഹരിയിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. എൻ്റെ പ്രിയപ്പെട്ട ജീവിത ദുരിതങ്ങളും തടസ്സങ്ങളും
അത് മാറുന്നതിന് വേണ്ടിയുള്ള ദൈവിക ശാസന പ്രാർത്ഥനയാണ്. ജോലിയില്ലാത്തവർ, വീടില്ലാത്തവർ, വീട് സ്ഥലവുമില്ലാത്തവർ, വഴിയില്ലാത്തവർ, വീട് ജപ്തിയായി പോകാൻ പോകുന്നവർ, സ്ഥലം ജപ്തിയായി പോകാൻ പോകുന്നവർ, വിദേശ ജോലിക്ക് തടസ്സമുള്ളവർ, PR കിട്ടാത്തവർ, അതുപോലെ തന്നെ വിവാഹം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവർ, മക്കൾ ദുർനടപ്പിൽ തെറ്റായ ബന്ധങ്ങൾ അകപ്പെട്ടു പോയവർ, സാമ്പത്തിക തകർച്ചയുള്ളവർ, സാമ്പത്തിക ബാധ്യത മൂലം ജീവിക്കാൻ പറ്റാതിരിക്കുന്നവർ, ഇൻ്റർവ്യൂവിനും ടെസ്റ്റിനും കഴിഞ്ഞവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, പുതിയ ഇൻ്റർവ്യൂവും ടെസ്റ്റും കാത്തിരിക്കുന്നവർ, പരീക്ഷ എഴുതാൻ പോകുന്നവർ, പരീക്ഷ എഴുതി കഴിഞ്ഞവർ, റീവാലുവേഷന് കൊടുത്തിട്ടുള്ളവർ, യാത്രയ്ക്ക് ഒരുങ്ങുന്നവർ, അങ്ങനെ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ വിശ്വാസമില്ലാത്ത കുറഞ്ഞ കുടുംബങ്ങൾ, പ്രാർത്ഥിക്കാൻ പറ്റാത്ത മക്കളുള്ളവർ, പലതരത്തിൽ മക്കളെ കൊണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാർ, എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇടിമുഴക്കുമ്പോൾ ശ്രുതികട്ടെ. ഹല്ലേലൂയ, Hallelujah, hallelujah. Lord Jesus Christ, pour out His Spirit, touch with your fire finger, soak with the precious blood, and authority of the Catholic Church, with the power of Jesus Christ, with the merit of the Holy Priesthood. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ മാർഗരോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. Hallelujah. യേശുവേ ആരാധന. വരേണമേ, എന്നിൽ നിറയണമേ. വരേണമേ, സൗഖ്യം നൽകണമേ. വരേണമേ, എന്നിൽ നിറയണമേ. വരേണമേ, സൗഖ്യം നൽകണമേ. മുട്ട നിൽക്കുക. അവനെ പ്രാർത്ഥനയുടെ സമയമാണ്. അച്ഛൻ വിട്ടുപോയ വിഷയങ്ങളെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയമാണ്. നിങ്ങളുടെ സ്വകാര്യ സങ്കടങ്ങളിൽ എന്തെങ്കിലും അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയെ ഈശോയ്ക്ക് സമർപ്പിക്കുക. മുട്ടയിൽ നിന്ന് ആശീർവാദം സ്വീകരിക്കുക. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, നിന്റെ നിയമം എൻ്റെ ഹൃദയത്തിൽ എഴുതി ഒരു മാംസളമായ ഹൃദയം എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. മരിയൻ ആധ്യാത്മികതയെ പിൻചെന്ന് ലോകത്തിന് ഈശോയെ കൊടുക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ പ്രത്യേകം അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യ നാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ
ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. ആവേ 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 മരിയ. ആവേ 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 മരിയ.